നമസ്കാരം. പറയും. ഡിഫൻസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഡിഫൻസ് റിസർച്ചിലെ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ബ്രാഞ്ചുകളുണ്ട്. അത് മെറ്റീരിയൽ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഓരോ ബ്രാഞ്ചും ഡിഫറെൻ്റ് ആണ്. അതിൽ നോട്ടിഫിക്കേഷൻ വരിക, ഇപ്പം നിങ്ങളൊരു DRDO പോയിട്ട് DMRL, DLRL അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നോക്കിയാൽ ദേ വിൽ ആസ്ക് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ്. അവിടെ മിക്കവാറും BSc MScക്ക് ചാൻസസ് കുറവാണ്. കാരണം പ്രൊഡക്ഷൻ യൂണിറ്റുകളോ ടെക്നോളജി യൂണിറ്റുകളോ ഒക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുക Btech MTech സ്ട്രീമുകളാണ്. അതിൽ Btech ആണ് പ്രിഫർ ചെയ്യുക. ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ഇഫ് യു ആർ വെരി കീൻ, ബെസ്റ്റ് തിങ് ഈസ് ടു ഗോ ഫോർ NDA, ജോയിൻ ഡിഫൻസ് നൗ സ്ട്രേറ്റ്. അതൊക്കെ ഇൻറ്റേർണലായിട്ട് സെലക്ട് ചെയ്തിട്ട് അവരെ ഡൈവേർട്ട് ചെയ്തിട്ട് സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുന്ന സബ്ജക്റ്റുകളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി എന്ന് കേട്ടിട്ടുണ്ടോ? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കെമിസ്ട്രി നല്ല സബ്ജക്റ്റ് ഉള്ള ചില യൂണിവേഴ്സിറ്റികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി, സം ഓഫ് ദ സെൻറ്റേഴ്സ്. അപ്പോൾ CUET എഴുതുക, അവിടെ പോവുക, ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി പഠിക്കുക, അവിടെ PhD ചെയ്യുക. ഐസറിൽ പോവുക, ഐസറിൽ പോയി കഴിഞ്ഞാൽ ദർ ആർ സ്പെഷ്യലിസ്റ്റ്. നിങ്ങളുടെ ഓറിയൻറ്റേഷൻ അവിടെയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് സെലക്റ്റഡ് ടു ദാറ്റ്. ഐസർ ഈസ് വൺ ഓപ്ഷൻ, IAS ഈസ് അനദർ ഓപ്ഷൻ, IITs ആർ അനദർ ഓപ്ഷൻ. IIT ചെന്നൈ ഒക്കെ കെമിസ്ട്രിയിലൊക്കെ വളരെ ഫേമസ് ആണ്. ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ്, ഓർ യു ക്യാൻ ടേക്ക് എ Btech ആൻഡ് ദെൻ ചേഞ്ച് ടു മാസ്റ്റേഴ്സ്. റിസർച്ച് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ, കെമിസ്ട്രി സബ്ജക്റ്റ് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ, ബെറ്റർ ഈസ് ടു ഗോ ഫോർ കെമിസ്ട്രി സ്ട്രീം ആൻഡ് ഡു റിസർച്ച്. എന്നിട്ട് ഗോ അബ്രോഡ്, ഫൈൻഡ് സം പ്ലേസ്. ഓക്കെ, മെറ്റീരിയൽ സയൻസ് ഒക്കെ കെമിസ്ട്രി റിലേറ്റഡ് ആണ്. ആ മെറ്റീരിയൽ സയൻസിൽ പോയി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ഇൻ ടു സം അതർ സബ്ജക്ട്. എക്സ്പ്ലോസീവ് എന്നല്ല, ഇപ്പം ദാറ്റ്സ് നോട്ട് വൺ സയൻറ്റിസ്റ്റ് ഹു ഡസ് ദാറ്റ്, റൈറ്റ്? എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞിട്ടല്ല, ഇപ്പം ന്യൂക്ലിയർ ഈസ് ആൻ എക്സ്പ്ലോസീവ്. പക്ഷെ അത് ന്യൂക്ലിയർ എക്സ്പ്ലോസീവിനല്ല വർക്ക് ചെയ്യുക അവർ. മൈ സൺ ഈസ് എ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഇൻ അമേരിക്ക. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. അയാൾ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് മാറി, മെറ്റീരിയൽ സയൻസിലേക്ക് മാറി. ഫ്രം ദർ ഹി ജംപ്ഡ് ടു ന്യൂക്ലിയർ ഫിസിക്സ്. PhD ന്യൂക്ലിയർ ഫിസിക്സിലാണ്. അപ്പോൾ ഗ്രാജുവേഷൻ ലെവലിൽ ദർ ആർ നോ സ്പെഷ്യലൈസേഷൻ. ഗെറ്റ് ഇൻ ടു എനി ഓഫ് ദിസ്. കാരണം മെക്കാനിക്കൽ ആയാലും കെമിക്കൽ ആയാലും ഇവരൊക്കെ കുറേ ജനറിക് ആയിട്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കും. കീപ് ഡൂയിങ് ലോട്ട് ഓഫ് എക്സ്ട്രാ കോഴ്സസ് ഫ്രം ഓൾ ദ ഓപ്പൺ പ്രോഗ്രാംസ് അവൈലബിൾ അബ്രോഡ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അബ്രോഡ്. Btech കഴിയുമ്പോഴത്തേക്കും ഒരു 200 കോഴ്സ് തീർക്കുക. ഇറ്റ്സ് ഓൾ 1 week or 10 days പ്രോഗ്രാംസ്. ദെൻ യു വിൽ കം ടു നോ, ഓ ഈ യൂണിവേഴ്സിറ്റി ആണ് ബെസ്റ്റ്. You will get introduced to at least 50-60 different best universities abroad. Then jump there and then go and do masters again. Then do a PhD from there. Parallelly GRE എഴുതുക, ഗേറ്റ് എഴുതുക, IELTS പാസ്സാവുക, get specialized into different places. Don't look for Indian defense. അങ്ങനെ നോക്കരുത്. The rare chance. Confusion അതായിരുന്നു, എങ്ങനെ പോണം എന്നുള്ള ബേസിക് ഡിഗ്രി മെക്കാനിക്കൽ ആയാലും. സി ഡിഫൻസിൽ ദർ ആർ EME സെൻറ്റേഴ്സ് എന്ന് കാണാം. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ സെൻറ്റേഴ്സ് എന്നാ പറയാം. എനി ഓഫ് ദീസ് ബേസിക് കോർ ഡിഗ്രി യു ഗെറ്റ് യു ദർ. ഓക്കെ, എഞ്ചിനീയറിംഗ് 4 years is equivalent to mostly 5 years masters. റിസർച്ച് ആയിട്ട് വീട്ടിൽ തന്നെ
റിസർച്ച് ചെയ്യാനുള്ളതും എക്സ്ട്രാ കോഴ്സ് ചെയ്യാനുള്ളതും യു ക്യാൻ ഓൾവേസ് ഗ്യാദർ ഫ്രം എബ്രോഡ് യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിൽ വൺസ് യു ഡു മാസ്റ്റേഴ്സ്, MSc or Btech, Okay. both of us have to do 1 year masters in UK. യുകെയിൽ പോവാണെങ്കിൽ Oh, okay. 2 years masters in US. Okay. അല്ലാതെ ഐ ആം എ മാസ്റ്റർ ഫ്രം ഇന്ത്യ, ഐ വാണ്ട് ടു ഡു PhD, ദേ വിൽ നോട്ട് ആക്സെപ്റ്റ് യു. Okay. മാൻഡേറ്ററി ആണ് അവിടുത്തെ മാസ്റ്റേഴ്സ് ചെയ്യണം. Oh, okay. അത് ബിടെക് ചെയ്താലും യു ക്യാൻ ഡു ഇറ്റ്, MSc ചെയ്താലും യു ക്യാൻ ഡു ഇറ്റ്. So your basic degree, whether you are in technology or science, doesn't matter Oh. if you are going abroad for PhD or research. It matters only when tomorrow you want to become a faculty in an engineering college. Okay, okay. Engineering stream ആവണമെങ്കിൽ they will ask you whether you have a Btech, whether you have an MTech, whether you have a PhD in engineering department. Okay. Abroad there is nothing called engineering department, science department. Oh. It's all MS and PhD. Oh. അതുകൊണ്ടാണ് പ്രിഫറബിൾ ഈസ് ബിടെക്, ബിക്കോസ് യു ഗ്യാരണ്ടി ദാറ്റ് Oh. you are saving 1 year. Oh. You are getting lot of technical knowledge. You have a lab exposure. Oh. അപ്പോൾ NIT യോ IIT യോ ഒക്കെ കിട്ടുകയാണെങ്കിൽ, ഇപ്പം ഐസർ ഡസൻറ്റ് ബിലോങ് ടു ഐദർ സയൻസ് ഓർ ടെക്, ദേ ആർ BSMS, so they are almost equal to international standard. ഐസർ, CUET, IIT, IASC, മാത്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. കീപ് അപ്ലൈയിങ് എവരിവർ ആൻഡ് ദെൻ ട്രൈ ടു ഗെറ്റ് ഇൻ ടു സം ഓഫ് ദം. അതർവൈസ് ഇറ്റ്സ് BSc ഓണേഴ്സ്. BS is equivalent to BSc ഓണേഴ്സ്. Oh, okay. BS I certainly. ഐസറിൽ BS is equivalent to BSc ഓണേഴ്സ്, equivalent to Btech. എക്സ്ട്രാ കോഴ്സ് ചെയ്യണം ആസ് മച്ച് ആസ് യു ക്യാൻ. ഓക്കെ, keep doing extra courses as much as you can. That's what I said.